ദില്ലിയിൽ നിന്ന് സിബി ചേരുന്നു. സിബി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ രാജ്യസഭയിൽ വിശദീകരണം നൽകുകയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇതേപോലെ ഇന്ത്യക്കാരെ നാട് കടത്തിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണമടക്കം അദ്ദേഹം രാജ്യസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതുപോലെ കാലിൽ വിലങ്ങിട്ടും കയ്യിൽ വിലങ്ങിട്ടും ഇന്ത്യക്കാരെ തിരിച്ചയച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? വിശദാംശങ്ങൾ. ഷമ്മി, വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കുന്നത് ഇതുപോലെ തന്നെ, അതായത് കാലിൽ വിലങ്ങണിയിച്ച് തന്നെയായിരുന്നു മുൻപും കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം. അതായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒഴികെയുള്ളവരെയാണ് വിലങ്ങിട്ടത്. ഇതേ രീതിയിലായിരുന്നു മുൻപും കൊണ്ടുവന്നിരുന്നത്. 2009 മുതൽ ആളുകളെ കൊണ്ടുവരാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇത്ര ചൂണ്ടിക്കാട്ടുന്നത് ഈ നാടുകടത്തൽ ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളൊരു വിശദീകരണം ഉണ്ടാകുന്നു. മുൻ വർഷങ്ങളിലെ കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി ഈ ഒരു വിശദീകരണം നൽകുന്നത്. നിയമവിരുദ്ധം പാടില്ലാത്തതാണ്, നിയമപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാവൂ എന്നും പറയുന്നു. പക്ഷേ എങ്കിൽ പോലും വിലങ്ങണിയിച്ചാണ് ഈ ഇന്ത്യക്കാരെ കൊണ്ടുവന്നതെന്ന കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാരണങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ വിലങ്ങണിയിച്ചിട്ടില്ല, ഒഴികെയുള്ളവരാണ് വിലങ്ങണിയിച്ചിട്ടുള്ളത്. അതും മുൻപും ഇതേ രീതിയിലായിരുന്നു ഈ സമീപനം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ നാട് നിർത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ പറയുകയാണ്. 2009 മുതൽ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു വെറും 5 മിനിറ്റിൽ താഴെയുള്ള ഒരു വിശദീകരണം ഇപ്പോൾ എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഈ എല്ലാ കക്ഷി നേതാക്കൾക്കും സംസാരിക്കാൻ അനുമതി നൽകുമെന്നും നേരത്തെ തന്നെ രാജ്യസഭാ അധ്യക്ഷൻ ചെയർമാൻ പറഞ്ഞിരുന്നു. ഇത് പ്രകാരം ഇപ്പോൾ ഓരോ പാർട്ടിയിൽ നിന്നുള്ള ഈ രാജ്യസഭാ കക്ഷി നേതാക്കൾ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ രൺദീപ് സിംഗ് സുർജേവാല, കോൺഗ്രസിന്റെ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ MP ആണ് സംസാരിക്കുന്നത്. അദ്ദേഹം യുദ്ധത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. 41 മണിക്കൂർ ഒരു ശൗചാലയം മാത്രമുള്ള ഒരു ചെറിയ വിമാനത്തിലാണ് കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സംസാരിക്കുന്നതാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇതാണ്. പക്ഷേ ഈ പ്രസ്താവന വ്യക്തമല്ല, ഈ മന്ത്രിയുടെ വിശദീകരണം വ്യക്തമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ അടുത്ത പ്രതിപക്ഷ MP സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തിരുച്ചി ശിവ DMKയുടെ തമിഴ്നാട്ടിലുള്ള ഈ MP ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു വിശദീകരണത്തിൽ കേന്ദ്ര സർക്കാർ വിലങ്ങണിയിച്ചാണ് ഈ 104 ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് എന്ന കാര്യം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതിന് സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കി എന്നുള്ളൊരു വിശദീകരണം, വിചിത്രമായ വിശദീകരണമാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകുന്നത്. ഷമ്മി.